ഒരു ദിവസം ഒരു പരാതിയെങ്കിലും തടവും. പരാതി ഇല്ലാണ്ട് ജീവിക്കണം. അപ്പൊ നമ്മൾ പറയുമോ ഞാൻ രാവിലെ പോലെ ബുദ്ധിമുട്ടി ആരും എന്നെ, അതൊരു പരാതിയാണ്. അപ്പൊ പരാതി ഇല്ലാണ്ട് ജീവിച്ചിട്ട് മനസ്സിനെ ആ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ കലിയുഗത്തില് നാമം ജപത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നാമം ജപം ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഉള്ളില് ആസുരി ശക്തി മാറി. അതായത് ഭാഗവതം പറയും തന്നെ അതാ, കംസ മനസ്സിൽ നിന്നും കൃഷ്ണ മനസ്സിലേക്ക് എത്തണ. കൃഷ്ണ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കാരണം കൃഷ്ണൻ നിഴലില്ലാത്തൊരു ഭഗവാനാ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് കൃഷ്ണനെ പറ്റിയിട്ടാ. ആ ഭഗാരം ഭാഗവതം കൃഷ്ണനെ പറ്റിയിട്ടാ. ഭഗവത്ഗീത കൃഷ്ണനെ പറ്റിയിട്ടാണ്. ഈ ഭാഗവതൊക്കെ കൃഷ്ണനെ പറ്റിയിട്ടാ. അപ്പൊ നിഴലില്ലാത്ത ഒറ്റ ഒരാളിൽ വരാ കൃഷ്ണനാ. ആ കൃഷ്ണന്റെ അന്തരാത്മാവാണ് രാധ. ആ രാധ രഹസ്യം. അപ്പൊ സ്വർണം വലിയ വലിയ നവരത്നങ്ങളെ ഭൂമിക്കടിയിലാണ്. കാരണം അത് ഗുഹ്യമായതാ.